ഹായ് ഹലോ എല്ലാ കുട്ടികൾക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. എല്ലാവരും സുഖമായിട്ടിരിക്കുക, സന്തോഷമടിക്കുക. എനിക്ക് സുഖമാണ്. അപ്പോൾ ഇന്ന് നമ്മളൊരു വെഡ്ഡിങ് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി ഒരു ബോട്ടിൽ റെഡിയാക്കി എടുക്കുകയാണ്. അതിനായിട്ട് ആദ്യം തന്നെ ഒരു ഉരുണ്ട ബോട്ടിലാട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബോട്ടിൽ എടുക്കാം. അപ്പോൾ ആ ബോട്ടിൽ ഞാൻ ടിഷ്യൂ പേപ്പറും ഗ്ലൂവും വെച്ചിട്ട് നന്നായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ പഴയ വീഡിയോയിലൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട് ടിഷ്യൂ പേപ്പർ എങ്ങനെയാണ് ഒട്ടിക്കുന്നതെന്ന്. അതെടുക്കാഞ്ഞത് വീഡിയോയ്ക്ക് ലെങ്ത് കൂടിപ്പോട്ടോ, അതുകൊണ്ടാണ്. എന്നിട്ട് നന്നായിട്ട് ഉണക്കണം, വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കി എടുത്തിട്ടുണ്ട് ഞാൻ. ഒട്ടും വെള്ളം ഉണ്ടാവരുത്. എന്നിട്ട് ക്യാമലിൻ്റെ പേൾ പിങ്ക് എടുത്ത് ഞാൻ സ്പോഞ്ച് വെച്ച് അതിന് പെയിൻറ്റ് ചെയ്യണം. അപ്പോൾ എല്ലായിടത്തും ആവുന്ന രീതിയിൽ സ്പോഞ്ച് വെച്ച് പെയിൻറ്റ് ചെയ്യാം. ഒരു നല്ല കളറാട്ടോ ഇത്. നല്ല കളർ, നല്ലൊരു ഷൈനിങ് ഈ കളറിന്. 20 രൂപയുള്ളൂ ഈ ബോട്ടിലിന് കേട്ടോ. കഴിഞ്ഞ നമ്മൾ മെറ്റീരിയൽ വാങ്ങിക്കാൻ പോയപ്പോൾ വാങ്ങിച്ച പെയിൻ്റാട്ടോ അത് ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു വെക്കട്ടോ. അപ്പോൾ അടുത്ത് ഞാൻ ചെയ്യുമ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ കുപ്പിയുടെ മുകളിൽ ഈ നെക്ക് ഭാഗത്ത് ത്രെഡ് വെച്ചിട്ട് അങ്ങ് ചുറ്റുകയാണ്. കാരണം പിടിക്കാൻ സുഖമാണ് ആദ്യം തന്നെ ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ജൂട്ട് ത്രെഡ് എടുത്തിട്ടുണ്ട്. അത് 50 രൂപയാണ് ഒരു വലിയ റോളിന് കേട്ടോ. കളർ ത്രെഡാണ്, അതുകൊണ്ട് 50 രൂപയാണ്. കളറല്ലാത്ത ജൂട്ട് ത്രെഡ് 25 രൂപയുള്ളൂ ചെറിയ റോളിന്. അപ്പോൾ അത് ഒട്ടിച്ചെടുത്തു. അതൊരു പച്ച കളറാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ബോട്ടിലിൽ ചെയ്യാൻ പോകുന്നത് ഒരു ഫോട്ടോ ഒട്ടിക്കുന്നുണ്ട്. അപ്പോൾ അത് ചെയ്യാനായിട്ടൊന്ന് അളവെടുക്കുകയാണ് കേട്ടോ. ഫോട്ടോ ഒന്ന് കട്ട് ചെയ്തെടുക്കണം നമുക്ക്. അപ്പോൾ പ്രിൻ്റ് എടുത്തിട്ടുണ്ട്. പ്രിൻ്റ് നമുക്ക് ഫോട്ടോ പ്രിൻ്റ് എടുക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇപ്പം ലേസർ പ്രിൻ്റ്, ഫോട്ടോ നന്ന കട്ടിക്ക് പ്രിൻ്റ് എടുത്ത് തരും. ലേസർ പ്രിൻ്റ് ചെയ്യുന്നവരുണ്ട്, സാധാരണ പ്രിൻ്റ് ചെയ്യുന്നവരുണ്ട്, അത് ഫോട്ടോ ആയിട്ട് എടുക്കുന്നവരുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി എടുക്കാം കേട്ടോ. അപ്പം ഞാനത് ഫോട്ടോ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതൊരു വലിയ ഷീറ്റിലാട്ടോ കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് ഞാനിത് കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് നമുക്ക് ഫെവിക്കോൾ കൊണ്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഫെവിക്കോൾ മതിയാവും, കാരണം ഞാൻ കുറച്ച് കട്ടി കുറച്ചാണ് പ്രിൻ്റ് എടുത്തിരിക്കുന്നത്. കട്ടി കൂടുതലായിട്ട് എടുക്കുമ്പോൾ കുറച്ച് നന്നായിട്ട് ഒട്ടിക്കണം, ഇളകി പോരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് നോക്കാം. അപ്പോൾ ഞാൻ കട്ടി കുറച്ചാണ് ഫോട്ടോ എടുത്തത് കൊണ്ട് ഫെവിക്കോൾ മതിയാവും കേട്ടോ. അപ്പോൾ എന്നിട്ട് നമ്മൾ കുപ്പിയിലോട്ട് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഒട്ടിച്ചു കൊടുക്കുമ്പം കയ്യിലൊക്കെ ഫെവിക്കോളോ പെയിൻറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം. ഫോട്ടോയിലായി കഴിഞ്ഞാൽ ഭയങ്കര പണിയാണ്. അതുകൊണ്ട് ഞാൻ ഒരു തുണി വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് ഒട്ടിച്ചു കൊടുത്തിരിക്കണം കേട്ടോ. അപ്പോൾ ദേ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ദേ എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടില്ലേ ഫോട്ടോ? അപ്പോൾ അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമുക്ക് അടുത്ത പരിപാടി കുറച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്യണ്ടേ ഫോട്ടോയുടെ ഒരു ഭാഗത്തൊക്കെ. അതിനായിട്ട് നമുക്ക് ഈ കുഞ്ഞത് ഞാൻ എടുത്തു പറയുകയാണ്. ഇപ്പോൾ ഞാൻ സാധനം വാങ്ങിക്കാൻ പോയപ്പോൾ മേടിച്ചതാണ് കേട്ടോ. 10 രൂപയുള്ളതിന് ഈ കുഞ്ഞ് സ്റ്റോണിന്. മറ്റേത് അതായത് ഈ റോസിൻ്റെ ഷേപ്പിലുള്ള സ്റ്റോൺസ് കേട്ടോ. ഇതിന് 40 രൂപയാണ് ഈ ഒരു വലിയ ഷീറ്റിന്. അടിപൊളി കേട്ടോ. ഇതിൻ്റെ സിൽവറും ഉണ്ട്, ഗോൾഡും ഉണ്ട്. നമ്മൾ കഴിഞ്ഞ മെറ്റീരിയൽ വാങ്ങിക്കാൻ പോയ വീഡിയോ ഉണ്ടല്ലോ, അതിൽ ആ ഒരു ഷോപ്പിൽ തന്നെയാണ് പോയി ഞാൻ വാങ്ങിച്ചത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഷീറ്റിന് 40 രൂപയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഓൾറെഡി സ്റ്റിക്കിങ് ഒരു ഗം ഉണ്ടായതുകൊണ്ട്, ഒരു സ്റ്റിക്കിങ് ഉണ്ടായതുകൊണ്ട് വൺ സൈഡ് സ്റ്റിക്കിങ് ആണ്. അപ്പോൾ ഉണ്ടായതുകൊണ്ട് ഞാൻ ഒട്ടിച്ചു കൊടുക്കുക. പക്ഷെ നന്നായിട്ട് ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിക്കുകയാണെങ്കിൽ പെട്ടെന്നൊന്നും ഇളകിപ്പോരില്ല. ഇത് കുറച്ച് കഴിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവസാനം ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒട്ടിക്കുന്നുണ്ട്. ഇതിപ്പോൾ സാധാരണ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഫ്രെയിം നമ്മൾ കൊടുത്തു. അപ്പോൾ അടുത്തെന്ന് വെച്ചാൽ ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യണം. അതിനായിട്ട് നമ്മൾ ഈ പ്രിൻ്റ് എടുത്ത പേപ്പർ ഉണ്ടല്ലോ, ഈ ഫോട്ടോ ഒക്കെ പ്രിൻ്റ് എടുക്കുന്ന പേപ്പർ, അതിൽ തന്നെ കുറച്ച് കട്ടി ഉണ്ടാവും. അതിൽ ഞാനൊന്ന് അരുൺ ഒരു ഹാർട്ട് ഇട്ടിട്ട് ശ്രീലക്ഷ്മി കല്യാണ ദിവസത്തിൻ്റെ ഡേറ്റ് ഇട്ടിട്ടുണ്ട്. അതാണ് ഈ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എന്താ പറയുക, ആദ്യം തന്നെ ഞാനൊന്ന് ഒട്ടിച്ചെടുത്തു. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് പേൾ വൈറ്റ് ബ്രഷ് കൊണ്ട് അത് കളർ ചെയ്യാണ്. ഒന്ന് ഷൈനിങ് കിട്ടാൻ വേണ്ടി കേട്ടോ ഞാനത് ചെയ്തത്. എന്നിട്ട് അത് ഉണങ്ങട്ടെ, നമുക്ക് അടുത്തൊരു പരിപാടി ചെയ്യാം. അപ്പോൾ എന്നിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് ഷേക്കേഴ്സ് കാർഡ്സ് ഒക്കെ ഇല്ലേ, ഞാൻ ഇതിനു മുന്നേ ഇത് കാണിച്ചിട്ടുണ്ട്. ഇതൊരു സ്റ്റാർ അല്ല, ഒരു ഫ്ലവർ പോലെയാണ് ഈ ഒരു സീക്വൻസ് ഇരിക്കുന്നത്. കാണാൻ നല്ല ഭംഗി കേട്ടോ. കളേഴ്സൊക്കെ അടിപൊളിയാണ്. അപ്പോൾ ഇത് ഷൈനിങ് കൊടുക്കുന്ന വെച്ചാൽ ഷൈനിങ് ഇല്ല, ഷേക്ക് കാർഡ്സിലൊക്കെ യൂസ് ചെയ്യുന്ന ഷേക്കേഴ്സാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഒരു സാധനം. അപ്പോൾ ഇത് കുറേ നാളുകൊണ്ടിരിക്കും. 25 രൂപ കേട്ടോ ഈ ഒരു ബോട്ടിലിന്. സാധാ ചെറുതിനൊക്കെ കുറച്ച് ചെറുതൊക്കെ ആയിട്ട് വരുന്നതിനും
പിന്നെ ചെറിയ സ്വീക്വൻസിനൊക്കെ 20 രൂപയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു ബോട്ടിലിന് 25 രൂപയാണ്. അപ്പോൾ ഇത് ഞാൻ ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇതെല്ലാം ഞാൻ വാങ്ങിക്കുന്നത് ആ ഒരു മെറ്റീരിയൽ വീഡിയോയിൽ കണ്ട ഷോപ്പിൽ നിന്ന് തന്നെ കേട്ടോ. അപ്പോൾ എനിക്കൊന്ന് 20 ആണോ 25 ആണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. 25 ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ബോട്ടിലിന്. അപ്പോൾ എന്തായാലും അത് ഞാൻ ഈ ഒരു സൈഡിലും ആ ഒരു സൈഡിലും കുറച്ചിങ്ങനെ വെതറി കിടക്കുന്ന രീതിയിൽ ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ ഞാനിപ്പോൾ ഒന്ന് അരുൺ ശ്രീലക്ഷ്മിന്ന് എഴുതി കൊടുക്കുന്നുണ്ട് സാധാരണ ഗ്ലിറ്റർ പെൻ കൊണ്ട്. പക്ഷേ എനിക്ക് 3D ഔട്ട്ലൈനർ ഇല്ല, അത് വെച്ചിട്ട് എഴുതി കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ ഭംഗിയാവും. ഞാനിപ്പോൾ ചെയ്യുന്നത് വീട്ടിലാണ്, അതായത് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തല്ല, എൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇരുന്നാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ 3D ഔട്ട്ലൈനർ എടുക്കാൻ മറന്നുപോയി കേട്ടോ. കുറേ സാധനങ്ങൾ പെയിൻറ്റ് ചെയ്യാനും ഇത് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ എടുത്തു, പക്ഷേ അത് എടുക്കാൻ മറന്നുപോയി. അപ്പോൾ 3D ഔട്ട്ലൈനർ വെച്ച് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ആ ഒരു ഷേക്ക് ആ സീക്വൻസ് ഇല്ലേ അത് അവിടെയൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അത് അടിപൊളിയാണ്, കാണാൻ നല്ല ഭംഗിയാണ്. സ്റ്റാറാണോ ചോദിച്ചാൽ സ്റ്റാറുള്ളൊരു ഫ്ലവർ ഷേപ്പാണ് കേട്ടോ അതിന്. അപ്പോൾ ഞാൻ അവിടെ ഇവിടെയൊക്കെ നല്ല കാണാൻ ഒരിങ്ങനെ ഈ ഒരു കളറിൽ എടുത്ത് നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പം ഞാൻ അവിടെ ഇവിടെയൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് നമ്മൾ കുപ്പിയിൽ ഇത് ചെയ്തതിന് ശേഷം കുപ്പിയിൽ കോർക്ക് വെച്ച് കൊടുക്കാം. ഈ കോർക്ക് വെച്ച് കൊടുക്കുന്നത് ഞാൻ വീഡിയോ ഓഫായി പോയിട്ടോ, ക്യാമറ ഓഫായി പോയി എൻ്റെ ഇടയിൽ. അപ്പോൾ അത് കാണിച്ചിട്ടുണ്ട് എല്ലാം. അപ്പോൾ അതിന് ഒരു വലിയ പാക്കറ്റിന് 120 രൂപയാണ്. ഒരെണ്ണം 2 ഒക്കെ ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനതൊരു വലിയ പാക്കറ്റായിട്ട് വാങ്ങിച്ചു വെച്ചു. കുപ്പിക്ക് അനുസരിച്ചാണ് കോർക്കിൻ്റെ ഷേപ്പ്, അതായത് ചെറിയ കുപ്പിക്ക് ചെറിയ കോർക്ക് കിട്ടും. അപ്പോൾ അതനുസരിച്ച് റേറ്റും മാറ്റം ഉണ്ടാവും കേട്ടോ. അപ്പോൾ എന്നിട്ട് നമ്മൾ ആ ജൂട്ട് ത്രെഡിൻ്റെ അടുത്ത് 1 സൈഡ് സ്റ്റിക്കിംഗ് സ്റ്റോൺസ് ഉണ്ടല്ലോ അതൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ കൂടുതൽ ഭംഗിയായില്ലേ ആ ഒരു ഗ്രീൻ ഗോൾഡൻ കളറ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി അവസാനം എനിക്ക് ചെയ്യാനുള്ളത് ഈ ഒരു ഇതിന് ബാക്ക് സൈഡിൽ നമ്മൾ ആ കൊടുത്ത അരുൺ ശ്രീലക്ഷ്മി എന്ന് എഴുതിയ ആ ഒരു ഭാഗം ഡെക്കറേറ്റ് ചെയ്യണം. അതിനായിട്ട് 3D ഔട്ട്ലൈനർ യൂസ് ചെയ്യും. അപ്പോൾ അത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അടിപൊളിയായിട്ടില്ലേ? അപ്പോൾ ഇതുപോലെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിലാട്ടോ കേട്ടോ. ഇതുപോലെ ഒരു ഗിഫ്റ്റ് കൊടുക്കുക. അത് ബർത്ത്ഡേ ആയിക്കോട്ടെ, വെഡ്ഡിങ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ വെഡ്ഡിങ് ആനിവേഴ്സറി ഒക്കെ ആയിക്കോട്ടെ, നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഇതുപോലെ ഒരു ഗിഫ്റ്റ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാനിത് കൊടുത്തിട്ട് ഇനി വീഡിയോ വരുന്നതായിരിക്കും. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.